نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخلين. സഹോദരി സഹോദരന്മാർ, അല്ലാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് എല്ലാ വിധിവിലക്കുകളും സൂക്ഷിച്ചുകൊണ്ട് അത് നമ്മുടെ ഈമാനിന്റെയും വ്യക്തിത്വത്തിന്റെയും ഒരു ഭാഗമാക്കി നിലനിർത്തി ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക, മറന്നു പോവാതെ അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിക്കുന്ന സൽപ്രവർത്തനങ്ങളും പുണ്യങ്ങളും അവ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കാം, ഏറ്റവും നല്ല ഒരു മുസ്ലിമായി, മുഅ്മിനായി, നല്ല ഒരു വ്യക്തിയായി ജീവിക്കാം എന്നതായിരുന്നു നമ്മൾ സംസാരിച്ചത്. സൽപ്രവർത്തനങ്ങൾ നമുക്ക് നൽകുന്ന നിരവധി നേട്ടങ്ങളും അതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ അറിയിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒന്നാണ്, നമ്മൾ ഏതെങ്കിലും പ്രതിസന്ധിയിലും പ്രയാസത്തിലും പെടുമ്പോൾ ദുആ ചെയ്യാറുണ്ട്. ആ ദുആ സ്വീകരിക്കുവാൻ പാകത്തിലുള്ള സൽപ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കണം. വെറുതെ കൈനീട്ടി ചുണ്ടുകൾ കൊണ്ട് ദീർഘമായി അല്ലാഹുവിനോട് ദുആ ചെയ്താൽ അത് സ്വീകരിക്കണമെന്നില്ല. ആ പ്രാർത്ഥനയെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്നതും തത്സമയം എന്താണോ ചോദിച്ചത് അതിന് പ്രത്യുത്തരം ലഭിക്കുന്നതും നമ്മുടെ പക്കൽ ഈ പറഞ്ഞ അമൽ സ്വാലിഹാത്ത് എത്ര കണ്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അമൽ സ്വാലിഹാത്തിന്റെ ഒരു നല്ല റിസർവ്, നല്ല ഒരു ശേഖരം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടെങ്കിൽ മാത്രമേ പ്രാർത്ഥിക്കുന്ന സമയത്ത് അപ്പോൾ തന്നെ നമുക്ക് അതിന് മറുപടി അല്ലാഹു നൽകി അനുഗ്രഹിക്കുകയുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതിന്റെ പ്രാധാന്യം അല്ലാഹുവും പറയുന്നുണ്ട്. വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് ചോദിക്കുക, എന്നോട് ദുആ ചെയ്യുക, എങ്കിൽ ഞാൻ നിങ്ങൾക്ക് പ്രത്യുത്തരം നൽകും. ആ പ്രാർത്ഥനയുടെയും മറുപടിയുടെയും ഇടയിൽ ഒരു കാലതാമസമില്ല, ചോദിക്കുമ്പോഴേക്കും കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിനോട് ചോദിക്കുവാനും ദുആ ചെയ്യുവാനും മടിക്കുന്ന, അതിൽ ദുരഭിമാനം കാണുന്ന, അഹങ്കരിക്കുന്ന ആളുകൾ പിന്നീട് വളരെ നിന്ദ്യരായി നരകത്തിലേക്ക് പോവേണ്ടി വരും എന്നാണ് അല്ലാഹു അത് അവസാനിപ്പിക്കുന്നത്. എത്രത്തോളമാണ് ഈ പറഞ്ഞ സൽപ്രവർത്തനങ്ങൾ നമ്മയെല്ലാം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷിക്കുക എന്നതിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം നമ്മെ കേൾപ്പിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അത് കേട്ടിരിക്കും. 3 ആളുകൾ യാത്രാമധ്യേ ഒരു ഗുഹയിൽ വിശ്രമിക്കാൻ കയറുന്നു.
വളരെ സുദീർഘമായ ഒരു ഹദീസിൽ വന്നിരിക്കുന്ന സംഭവത്തിന്റെ ആശയം ഇങ്ങനെയാണ്. അവർ കയറിയ ഉടൻ തന്നെ ഗുഹാമുഖത്ത് ഒരു വലിയ പാറ മുകളിൽ നിന്ന് വീണ് രക്ഷപ്പെടാനുള്ള എല്ലാ മാർഗവും അവസാനിക്കുന്നു. വിശ്രമം കഴിഞ്ഞ് അവർക്ക് പുറത്തേക്ക് പോകാൻ ഒരു മാർഗവുമില്ല, ആരും സഹായിക്കാനുമില്ല. 3 പേരും ചെയ്തത് അവരുടെ നേരത്തെ കഴിഞ്ഞു പോയ ജീവിതത്തിൽ അവർ ചെയ്തു വെച്ച അതിമഹത്തായ സൽപ്രവർത്തനങ്ങൾ അനുസ്മരിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യും. ഒന്നാമത്തെ ദുആ വളരെ പ്രായമായ, വളരെ നിസ്സഹായരായ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് എല്ലാം മറന്നുകൊണ്ട് മറ്റു സുഖ സൗകര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി താൻ ഹിദ്മത്ത് ചെയ്ത സംഭവമാണ്. ആ ഹിദ്മത്ത് നിന്റെ വജ്ഹിന് വേണ്ടിയാണെങ്കിൽ പടച്ചവനെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്നായിരുന്നു ഒന്നാമന്റെ പ്രാർത്ഥന. ഹദീസിൽ പറയുന്നത് ആ പ്രാർത്ഥനയോട് കൂടെ അവർക്ക് തടസ്സമായി നിന്ന കല്ല് അല്പം നീങ്ങി എന്നാണ്. രണ്ടാമൻ പ്രാർത്ഥിക്കുന്നത് ഇതുപോലെ അയാളുടെ സത്യസന്ധത അല്ലാഹുവിനെ ബോധ്യപ്പെടുത്താൻ പാകത്തിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അയാളുടെ ഏതോ കാലത്ത് ജോലി ചെയ്ത് നാട് വിട്ടുപോയ തൊഴിലാളിക്ക് വേണ്ടി അയാൾക്ക് കൊടുക്കാനുള്ള കൂലിയും അതിന്റെ ഇരട്ടിയും അതിന്റെ 10 മടങ്ങുമായി നീക്കി വെച്ച് കുറെ കാലം കഴിഞ്ഞ് അയാൾ തിരിച്ചു വന്നപ്പോൾ ഒന്നും കുറഞ്ഞു പോവാതെ ആ ജോലിക്കാരന് തിരിച്ചേൽപ്പിച്ച സന്ദർഭം. അത് വളരെ അമാനത്തിന്റെയും വിശ്വസ്തതയുടെയും സത്യസന്ധതയുടെയും നല്ല പ്രകടനമായിട്ടാണ് റസൂൽ വിവരിക്കുകയും ചെയ്യുന്നത്. അത് എടുത്തുദ്ധരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവർക്ക് തടസ്സം നിന്നിരുന്ന കല്ല് അല്പവും കൂടി നീങ്ങി എന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. മൂന്നാമനും അതുപോലെ ജീവിതത്തിൽ നല്ല ഒരു അനുഭവം ഉണ്ടായി. അയാളുടെ ബന്ധുവായ ഒരു പെൺകുട്ടി പലപ്പോഴും പല കാര്യങ്ങൾക്കും സഹായം ചോദിച്ച് അയാളെ സമീപിക്കാറുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ആത്മാർത്ഥമായി സഹായം നൽകുകയും ചെയ്തിരുന്നു. ഒരിക്കൽ അങ്ങനെ സഹായം ചോദിച്ചു വന്നപ്പോൾ അവൾക്ക് നേരെ അയാളുടെ മനസ്സിൽ ഒരു മോശമായ ചിന്ത ഉടലെടുത്തു. അന്നേരം ആ പെൺകുട്ടി ഇത്തക്കില്ല, നീ പടച്ചവനെ സൂക്ഷിക്കണം, പേടിക്കണം എന്ന 2 വാക്ക് പറഞ്ഞതോടുകൂടെ അയാളുടെ മനസ്സിൽ നിന്നും ആ ചിന്ത മാറുകയും അല്ലാഹുവിന്റെ ഭക്തിയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഇത് ഉദ്ധരിച്ചുകൊണ്ടാണ് ആ മനുഷ്യനും പ്രാർത്ഥിച്ചത്. ഹദീസിന്റെ സമാപനം ഇപ്രകാരമാണ്: അതോടുകൂടെ സുരക്ഷിതരായി അവർക്ക് 3 പേർക്കും ഗുഹയിൽ നിന്ന് പുറത്തു പോവാൻ കഴിഞ്ഞു എന്നതാണ്. ഇവിടെയാണ് നമ്മുടെയും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇത്തരം ഒരു പ്രയാസത്തിൽ നാം അകപ്പെടുകയാണെങ്കിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് പടച്ചവനെ, അതുകൊണ്ട് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ എന്ന് പറയാൻ മാത്രം ഘനമുള്ള മഹത്തായ ആത്മാർത്ഥതയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ എത്രയുണ്ട് എന്ന ഒരു പുനർ ആലോചനക്കാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവം നമ്മളെ കേൾപ്പിക്കുന്നത്. അപ്പോൾ സൽപ്രവർത്തനങ്ങൾ എത്ര ചെയ്താലും അവയെല്ലാം ഈ പറഞ്ഞ പോലെ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് രക്ഷാ കവചമായി പിടിവള്ളിയായി അല്ലാഹുവിനോട് പറയാൻ പറ്റുന്ന പാകത്തിൽ അല്ലാഹു കേൾക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആയിരിക്കണം എന്നത്. ഇതുപോലെ തന്നെയാണ് ഏത് സൽപ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അത് നമ്മുടെ മനസ്സ് കൂടുതൽ വൃത്തിയുള്ളതാണ്. എപ്പോഴും വൃത്തികേടാവാനും മാലിന്യം ഉണ്ടാവാനും ഇടയുള്ള ഒരു സ്ഥലമാണ് മനസ്സ്. അവഗണിച്ചാൽ, ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിൽ പെട്ടെന്ന് വൃത്തികേട് ഉണ്ടാവും. മനസ്സിനെ എപ്പോഴും വൃത്തിയാക്കി കഴുകി വിശുദ്ധമാക്കി സൂക്ഷിക്കാൻ അമലുസ്വാലികൾക്ക് കഴിയുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്.
ഇമാം മാലിക് റഹിമഹുല്ലാ ഒരു ഉപദേശം ഇപ്രകാരം നൽകുന്നുണ്ട്. ഇന്നല്ലാഹ അൽഖാ അലാ ഖൽബിക നൂറൻ, നിങ്ങളുടെ മനസ്സിൽ അല്ലാഹു ഈമാനിന്റെ അമലുസ്വാലിഹാത്തിന്റെ പ്രകാശം നിക്ഷേപിച്ചിട്ടുണ്ട്. ഫലാ തുത്ഫിഉഹു ബിമആസില്ല, നിങ്ങൾ തെറ്റുകളും ധിക്കാരങ്ങളും ചെയ്തിട്ട് അത് കെടുത്തിക്കളയാൻ പാടില്ല. എന്താണ് നമ്മുടെ മനസ്സിലുള്ള പ്രകാശം? ഈ പറഞ്ഞ ഈമാനാണ്. ഈമാനിന്റെ അടിസ്ഥാനത്തിൽ അമലുകൾ ചെയ്യുമ്പോൾ, പുണ്യങ്ങൾ ചെയ്യുമ്പോൾ ആ പ്രകാശം ഒന്നുകൂടി ഇരട്ടിയാണ്. അങ്ങനെ ഈമാനും അമലുസ്വാലിഹാത്തുകളും ചെയ്തുകൊണ്ട് മനസ്സിനെ പ്രകാശമാനമാക്കുക. മറുഭാഗത്ത് ധിക്കാരങ്ങളും തിന്മകളും ചെയ്യുകയാണെങ്കിൽ ഈ പ്രകാശം അണഞ്ഞ് മനസ്സ് കൂരിരുട്ടായി പോവുകയും ചെയ്യും എന്നാണ് അദ്ദേഹം ഈ ഉപദേശത്തിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമായിട്ട് ചെയ്യുന്നതിലൂടെയൊക്കെ ഈ പറഞ്ഞ രണ്ട് ഗുണഗണങ്ങൾ, ഞാൻ എവിടെ പെട്ടാലും എന്റെ ഇന്ന പ്രവർത്തനങ്ങൾ എന്നെ രക്ഷക്കെത്തും എന്ന ഗ്യാരണ്ടിയിൽ ജീവിക്കുവാനും, മനസ്സ് എപ്പോഴും വൃത്തിയുള്ള സ്ഫടികം പോലെ ആയിരിക്കും എന്ന് ഉറപ്പുവരുത്താനും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സാധിക്കണം. അതിനുവേണ്ടി നമുക്ക് ലഭിക്കുന്ന ജീവിതത്തിലെ സമയങ്ങളെ കൂടി ക്രമീകരിക്കണം എന്നതും ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. നമുക്കെല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ ലഭിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് പല ആളുകളും വമ്പൻ നേട്ടങ്ങൾ ഓരോ ദിവസവും കൊയ്തെടുക്കുന്നുണ്ട്. കുറെ ആളുകൾ ആ സമയം എങ്ങനെ ചിലവഴിക്കണം എന്നറിയാതെ പാഴാക്കി കളയുന്നുണ്ട്. ഇതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുന്ന ഒരു ഉപദേശം ഹദീസിൽ വന്നിട്ടുണ്ട്. ദാവൂദ് അലൈഹിസ്സലാം, അദ്ദേഹം പ്രവാചകനാണ്. അദ്ദേഹം മുതൽക്കുള്ള പ്രവാചകന്മാർക്ക് കൊടുത്ത വഹിയിന്റെ പ്രധാനപ്പെട്ട പൊരുളായി പറയുന്നത് അലൽ ആഖിലി അല്ലാ യശ്തഗില അൻ അർബഅ സഅഅത്ത്, ബുദ്ധിയും കാര്യബോധവും ഉള്ള ഒരു മനുഷ്യൻ 4 സമയങ്ങൾ അവന്റെ ജീവിതത്തിൽ അവഗണിക്കാൻ പാടില്ല. ഒന്ന്, യുനാജി സാഅത്തുൻ യുനാജി ഫിഹാ റബ്ബു, റബ്ബുമായിട്ട് മുനാജാത്തിനുള്ള ഒരു സമയം. പല ജോലി തിരക്കുകളും കാര്യങ്ങളും ബന്ധനങ്ങളുമായിട്ട് പോകുമ്പോൾ ഒരല്പം ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ മനസ്സ് കെട്ടഴിച്ചു വെക്കുക, അല്ലാഹുവിന്റെ മുമ്പിൽ കണ്ണടച്ചിരിക്കുക, നമ്മുടെ കാതും കൽബും ഒക്കെ ആ സന്ദർഭത്തിൽ അവനെ ഏൽപ്പിക്കുക. അത് വല്ലാത്ത ഒരു ആത്മീയ അനുഭൂതിയാണ് നമുക്ക് ലഭിക്കുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ തന്നെ നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഗുണകാംക്ഷയോടുകൂടി പറഞ്ഞു തന്ന് നമ്മൾ സ്നേഹിക്കുന്ന സുഹൃത്തുക്കൾക്കൊപ്പവും അല്പം സമയം ചിലവഴിക്കണം. നമ്മുടെ മക്കള്, കുടുംബങ്ങൾ, ഭാര്യ, മാതാപിതാക്കൾ തുടങ്ങിയവരോടൊപ്പവും കുറച്ച് സമയം ചിലവഴിക്കണം. ഇങ്ങനെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും അവസരങ്ങൾ വരുമ്പോൾ അത് കൂടുതലായിട്ട് ഈമാനിന് വേണ്ടിയും അമലുസ്വാലിഹാത്തുകൾക്ക് വേണ്ടിയും നീക്കി വെക്കുക എന്നതാണ് ആക്കിലായ കാര്യബോധമുള്ള വിവേകമുള്ള ഒരാൾ ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഒരു ആപ്തവാക്യമുണ്ട്. അവസരം, നമുക്ക് ലഭിക്കുന്ന സന്ദർഭങ്ങൾ, ഓപ്പർച്യൂണിറ്റി എന്നാണ് അതിനെ പറയുക. ഓ എന്ന അക്ഷരം ഈ അവസരത്തെ സൂചിപ്പിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഇത്തരം അവസരം നമുക്ക് തിരിച്ചു ലഭിക്കുകയില്ല. ഇന്നലെ എന്ന് സൂചിപ്പിക്കുന്ന യെസ്റ്റർഡേ എന്ന് എഴുതിയാൽ അതിൽ ഓ കാണുകയില്ല. അതിന്റെ അർത്ഥം കഴിഞ്ഞ നാളുകളെ പറ്റി സങ്കടപ്പെട്ടുകൊണ്ട് ഒരവസരം കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ചിന്തിക്കാനേ പാടില്ല. ചിന്തിച്ചിട്ട് നേട്ടവുമില്ല. ഇന്നാവട്ടെ ടുഡേ എന്ന് എഴുതുമ്പോൾ അതിൽ ഒരു ഓ ഉണ്ട്. ഒരു അവസരം അല്ലാഹു ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ എവിടെയോ മാറ്റി വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തണം, ഉപയോഗിക്കണം, അനുകൂലമായി പ്രവർത്തിക്കുകയും വേണം. എങ്കിൽ ഇന്നുള്ള ഒരു അവസരത്തെ നമുക്ക് പാഴാവാതെ നേടിയെടുക്കാം. വരും കാലങ്ങളിൽ ടുമോറോ എന്ന് എഴുതിയാൽ 2 ഓ ഉണ്ട്.
അതായത് വരുന്ന നാടുകളിൽ നാളെയും മറ്റന്നാളും പിറ്റേന്നും ഒക്കെ ആയിട്ട് 2 അതിൽ അധികമോ അവസരങ്ങൾ നമുക്ക് അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഒരു നല്ല ഉപദേശമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വളരെ നേരത്തെ പറഞ്ഞ ഉപദേശം അത് തന്നെയാണ്. ജീവിതം സമയത്തിന്റെ മൂല്യം അറിഞ്ഞുകൊണ്ട് ലഭിക്കാവുന്ന അവസരങ്ങൾ എവിടെയൊക്കെയാണ് എന്ന് കണ്ടെത്തിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഈ അവസരങ്ങളിൽ പ്രവർത്തനങ്ങൾ പലയിടത്തായിട്ട് ചെയ്തു വെക്കുക. എങ്കിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ പ്രാർത്ഥന സ്വീകരിക്കാനും മനസ്സ് വിശുദ്ധമാക്കാനും മനസ്സിൽ അല്ലാഹു നിക്ഷേപിച്ചിരിക്കുന്ന ഈമാനിന്റെ വെളിച്ചം അതേ തിളക്കത്തോടു കൂടെ നിലനിർത്താനും സാധിക്കുകയും ചെയ്യും. നാം ശ്രദ്ധിക്കുക, ഒന്നുകൂടി ആലോചിക്കുക. അവസരങ്ങൾ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കാതെ ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു നമ്മയെല്ലാം അവന്റെ എല്ലാവിധ ബർക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ രക്ഷിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ നുസല്ലി വനുസല്ലിമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഒരു മനുഷ്യന്റെ പൂർണ്ണത ഈമാൻ കൊണ്ട്, ഇസ്ലാം കൊണ്ട്, ഇഹ്സാൻ കൊണ്ട്, ഇത് 3 ഹദീസുകളിൽ പഠിപ്പിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പക്കൽ ഒരിക്കൽ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മനുഷ്യ രൂപത്തിൽ വന്നുകൊണ്ട് ഈമാനെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും ഇഹ്സാനെ പറ്റിയും പ്രത്യേകമായി പറഞ്ഞ് പഠിപ്പിക്കുകയുണ്ടായി. ആ 3 കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമാക്കുന്ന ഘടകങ്ങൾ. ഇസ്ലാം ഉണ്ടായിരിക്കണം, അത് അനുഷ്ഠാനങ്ങളും ആരാധനകളുമാണ്. ഈമാൻ അതിനേക്കാളും പ്രധാനമാണ്, വിശ്വാസവുമായി നമ്മളെ ബന്ധിപ്പിക്കുന്നതാണ്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ജീവിതം എപ്പോഴും പുണ്യത്തിന്റെ വസന്തമായി നിൽക്കുവാൻ നമ്മെ പാകപ്പെടുത്തുന്ന കാര്യമാണ് ഇഹ്സാൻ. പുണ്യം ചെയ്യുവാനുള്ള ഒരു പിശുക്കും കാണിക്കാത്ത മനസ്സ് എന്നർത്ഥം. ലുക്മാൻ അലൈഹിസ്സലാം ഇതിലേക്ക് നല്ല ഒരു ഉപദേശം നൽകുന്നുണ്ട്. എങ്ങനെയാണ് നല്ല നല്ല ഗുണങ്ങൾ ഇതുപോലെ ശേഖരിച്ച് സമ്പാദിച്ച് വ്യക്തിത്വത്തിന്റെ തിളക്കം കൂട്ടേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നതിന്റെ ചുരുക്കം. ഏറ്റവും നല്ല സ്വഭാവം, പ്രവർത്തനം എന്താണ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. അദ്ദേഹം പറയുന്നു, അദ്ദീൻ, സംശയമൊന്നുമില്ല, മതം തന്നെയാണ്. ഒരാളുടെ മതബോധം, ആരാധനാ നിരത, അല്ലാഹുവിനെ പറ്റിയുള്ള ഭക്തി, സൽപ്രവർത്തന താല്പര്യം, ഇവയൊക്കെ തന്നെയാണ് അയാളുടെ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നിർണയിക്കുന്നത്. വീണ്ടും ചോദിക്കുന്നു, അത് കഴിഞ്ഞാലോ? അദ്ദേഹം പറയുന്നു, അൽ മാൽ, പണം, സമ്പത്ത്. സമ്പത്ത് അങ്ങനെ മോശമായ സംഗതിയൊന്നുമല്ല, അത് ജീവിക്കാൻ ആവശ്യമാണ് എന്ന് മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞിരിക്കുന്നത് നിഅമൽ മാലു സ്വാലിഹു ലിൽ അബ്ദി സ്വാലിഹി എന്നാണ്. ഒരു നല്ല മനുഷ്യന്റെ കയ്യിലുള്ള പണം എത്ര നല്ല പണമായിരിക്കും. നല്ല മനുഷ്യന്റെ കയ്യിൽ മാത്രമേ, നല്ല മനുഷ്യന്റെ പോക്കറ്റിൽ മാത്രമേ അതിവിശുദ്ധമായ പണം, സമ്പത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്യാവശ്യം പണം ഉണ്ടാവുക എന്നതും നമ്മളുടെ വ്യക്തിത്വത്തിന്റെ, ഈമാനിന്റെയും ഇസ്ലാമിന്റെയും മികവ് കൂട്ടുന്ന കാര്യമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം പറയുന്നത് അൽ ഹയാ, ലജ്ജാശീലം. ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് മനുഷ്യന്റെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. അത് കൂടുതലായി പ്രവർത്തനക്ഷമമാകുന്നത് ഈമാനിന്റെ അകമ്പടിയോടുകൂടെയാണ്. ഇന്നത് ചെയ്യാൻ പാടില്ല, ഇന്നത് കാണാൻ പാടില്ല എന്നിങ്ങനെയുള്ള ഒരു ഒഴുവിളി മനസ്സിൽ നിന്ന് നമുക്ക് മുഴങ്ങി കേൾക്കുന്നുവെങ്കിൽ അത് ഈ പറഞ്ഞ ലജ്ജാശീലം നമ്മുടെ മനസ്സിനെ ശാക്തീകരിക്കുന്നത് കൊണ്ടാണ്. അതും നമ്മുടെ പൂർണ്ണതക്ക് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. വീണ്ടും അദ്ദേഹം നീട്ടി പറയുന്നു, സൽ സ്വഭാവം. മതവും സമ്പത്തും ലജ്ജാശീലവും
നാലാമതായിട്ട് ഏറ്റവും ഉത്കൃഷ്ടമായ സ്വഭാവവും മനുഷ്യന്റെ പൂർണ്ണതയിലേക്ക് ചേർത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞാൽ അദ്ദേഹം ചേർത്ത് വെക്കുന്നത് അസ്സഹാബ്, ഉദാരത. എല്ലാവരോടും എപ്പോഴും ഉദാരമായി നിൽക്കുന്ന അവസ്ഥ. ഉദാരത എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സാമ്പത്തിക ഉദാരത മാത്രമല്ല. സാമ്പത്തിക ഉദാരതയെക്കാളും പ്രധാനമാണ് മനസ്സുകൊണ്ടുള്ള ഉദാരത. നമ്മൾ സമീപിക്കുന്ന ഒരാൾക്ക് 1000 രൂപ കൊടുക്കാൻ നമുക്ക് കഴിയണമെന്നില്ല. പക്ഷേ ആ മനുഷ്യന്റെ നേരെ ഉദാരമായ, സ്നേഹമുള്ള, അനുകമ്പയുള്ള ഒരു മനസ്സ് തുറന്നു വെക്കാൻ നമുക്ക് ആർക്കും ഒരു പിശുക്കും വേണ്ടതില്ല. അപ്പോൾ ഈ 5 ഗുണങ്ങൾ എങ്ങനെയെല്ലാം സമ്മേളിക്കാം? അവസാനം അദ്ദേഹം പറയുന്നു, ഇതെല്ലാം സമ്മേളിച്ചാൽ ലഭിക്കുന്ന ഉത്തരമാണ് അവനാണ് പൂർണ്ണ അർത്ഥത്തിലുള്ള ഭക്തൻ. മതവും പണവും ലജ്ജാശീലവും ഉദാര മനസ്ഥിതിയും സൽസ്വഭാവവും 5 മുത്തഖി എന്ന ഒരു വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് അദ്ദേഹം പറയുന്നു. ഇത് നാം പറഞ്ഞത് നേരത്തെ നമ്മൾ പറഞ്ഞ സൽപ്രവർത്തനങ്ങളുടെ ശൃംഖലയുണ്ടല്ലോ, ആ സൽപ്രവർത്തനങ്ങളുടെ മേനിയും മികവും ഇത്തരം സന്ദർഭങ്ങളിലാണ് നമ്മളുടെ ശരീരത്തിലും വ്യക്തിത്വത്തിലും നിറഞ്ഞു നിൽക്കുക എന്നുകൂടി സൂചിപ്പിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അശ്രദ്ധരാവാതിരിക്കുക. ചെറിയ അശ്രദ്ധ പോലും, ചെറിയ അലംഭാവവും ഓർമ്മക്കുറവ് പോലും വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും. അത്തരം ബുദ്ധിമുട്ടുകളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ഈമാനോടുകൂടിയും അമലുകളോടുകൂടിയും ജീവിക്കുന്ന ആളുകളിൽ അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാം ചേർത്തി അനുഗ്രഹിക്കണമേ. കഴിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്കെല്ലാം പടച്ചവനെ മഹ്ഫിറത്ത് നൽകി, റഹ്മത്ത് നൽകി അനുഗ്രഹിക്കണമേ. ഇന്നും അല്ലാഹു നമ്മളുടെ നമസ്കാരവും പുണ്യങ്ങളും സ്വതക്കകളും മറ്റു എല്ലാ നല്ല നല്ല നിയ്യത്തുകളും അതിന്റെ 10 മടങ്ങ് പ്രതിഫലത്തോടുകൂടെ സ്വീകരിച്ച് ഈ ലോകത്തും പരലോകത്തും നമ്മയും നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഒക്കെ അല്ലാഹു അനുഗ്രഹിച്ച് രക്ഷിക്കുമാറാവട്ടെ. ചികിത്സയിൽ കഴിയുന്ന, രോഗികളായി കഴിയുന്ന സുഹൃത്തുക്കൾക്ക് പടച്ചവനെ നീ ആഫിയത്തും ആരോഗ്യവും ആശ്വാസവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم ربنا تقبل منا دعاءنا إنك أنت السميع العليم. اللهم أجرنا من النار وأدخلنا الجنة مع الأبرار يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.